നമുക്കിടയിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ധാരണയുള്ളവർ ഒരുപാടുണ്ട്. പക്ഷെ എന്താണ് ഈ NFO? ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനി ആദ്യമായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകൾ ഇറക്കുന്നതിനെ നമ്മൾ IPO എന്ന് വിളിക്കില്ലേ? അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് പുതിയൊരു സ്കീം ആദ്യമായി വിപണിയിൽ ഇറക്കുന്നതിനെയാണ് NFO അഥവാ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. സാധാരണയായി 10 രൂപയ്ക്കാണ് ഇതിന്റെ യൂണിറ്റുകൾ നമുക്ക് ലഭിക്കുക. 10 രൂപ എന്ന് കേൾക്കുമ്പോൾ കുറഞ്ഞ വിലയായി തോന്നാം. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്നതിനേക്കാൾ ആ ഫണ്ട് എന്തിലാണ് നിക്ഷേപിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ആഴ്ച വിപണിയിലെത്തുന്ന 6 ഫണ്ടുകളിൽ 5 NFOകളും 1 SIF അഥവാ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളുമാണ്. എന്താണ് ഈ SIF? സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ ഐറ്റമാണ്. മ്യൂച്വൽ ഫണ്ടുകൾക്കും PMS അഥവാ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾക്കും ഇടയിലുള്ള ഒരു വഴി. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെങ്കിൽ SIF കുറച്ചുകൂടി പ്രൊഫഷണലായ അല്ലെങ്കിൽ വലിയ തുക നിക്ഷേപിക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപയാണ്. ഒരു IT എംപ്ലോയിക്കോ അല്ലെങ്കിൽ കുറച്ചധികം സമ്പാദ്യമുള്ള ഒരു പ്രവാസി മലയാളി മടങ്ങി വരുമ്പോഴോ ഒക്കെ പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണിത്. ടാറ്റ അസറ്റ് മാനേജ്മെന്റ് പുറത്തിറക്കുന്ന ടൈറ്റാനിയം ഇക്വിറ്റി ലോങ് ഷോർട്ട് ഫണ്ട് അത്തരത്തിലൊന്നാണ്. മെയ് 11 വരെയാണ് ഇതിൽ ചേരാനുള്ള സമയം. ഇനി NFOകളുടെ കാര്യം നോക്കാം. ഈ ആഴ്ച ഇൻവെസ്കോ ഇന്ത്യയുടെ BSE സെൻസസ് ഇൻഡെക്സ് ഫണ്ടും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഫണ്ടും സബ്സ്ക്രിപ്ഷനായി ഓപ്പൺ ആണ്. ഈ മാസം 7-ാം തീയതി വരെയാണ് ഇതിൽ ചേരാൻ കഴിയുക. അതോടൊപ്പം മെയ് 8-ന് മോത്തിലാൽ ഒസ്വാളിന്റെ കോൺട്രാ ഫണ്ടും വരുന്നുണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് നിലവിലുള്ള ഫണ്ടുകൾ വിട്ട് NFOയ്ക്ക് പിന്നാലെ പോകുന്നത്? ഒന്നാമത്തെ കാര്യം വൈവിധ്യമാണ്. ഇപ്പോൾ പ്രതിരോധ മേഖലയിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ മാത്രം ഫോക്കസ് ചെയ്യുന്ന പുതിയ തീമുകൾ NFO വഴി വരാറുണ്ട്. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ഒരേ വിലയ്ക്ക്, അതായത് ആ 10 രൂപയ്ക്ക് തന്നെ യൂണിറ്റുകൾ കിട്ടും എന്നതാണ്. നമ്മളൊരു പഴയ ഫണ്ടിലാണ് ചേരുന്നതെങ്കിൽ അന്നത്തെ NAV എത്രയാണോ അതായിരിക്കും വില. ചിലപ്പോൾ അത് 50-100 രൂപയായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്, NFOകൾക്ക് പാസ്റ്റ് റെക്കോർഡ് ഉണ്ടാവില്ല. അതായത് കഴിഞ്ഞ 5 വർഷം ഈ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാൻ നമുക്ക് ഡേറ്റ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡും ആ ഫണ്ട് ഹൗസിന്റെ വിശ്വാസ്യതയുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടുമോ എന്നതായിരിക്കും എല്ലാവരുടെയും ഉള്ളിലെ ചോദ്യം. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ഗ്യാരണ്ടി എന്ന വാക്കിന് പ്രസക്തിയില്ല. ഇൻവെസ്കോയുടെ ഇൻഡെക്സ് ഫണ്ടുകൾ എടുക്കുകയാണെങ്കിൽ അവ സെൻസെക്സിനോ ബാങ്ക് നിഫ്റ്റിയോ ആണ് ഫോളോ ചെയ്യുന്നത്. ഇൻഡെക്സ് കയറുമ്പോൾ നിങ്ങളുടെ പണം വളരും. അതിന് വെറും 100 രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു സാധാരണ ശമ്പളക്കാരനായ മലയാളിയെ സംബന്ധിച്ച് വലിയ റിസ്ക് എടുക്കാതെ തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറ്റിയ വഴിയാണിത്. മോത്തിലാൽ ഒസ്വാളിന്റെ കോൺട്രാ ഫണ്ടിന്റെ കാര്യം എടുത്താൽ അതൊരു വ്യത്യസ്തമായ സ്ട്രാറ്റജിയാണ്. എല്ലാവരും ഒരു വശത്തേക്ക് ഓടുമ്പോൾ, അതായത് എല്ലാവരും ഒരു പ്രത്യേക സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വിപരീതമായി ചിന്തിക്കുന്ന രീതിയാണിത്. ഇതിൽ 500 രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം. പക്ഷേ ഇതൊരു ലോങ് ടൈം പ്ലാൻ ആയിരിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പണ്ട് സ്വർണത്തിലോ ഭൂമിയിലോ മാത്രം പണം നിക്ഷേപിച്ചിരുന്ന നമ്മൾ മലയാളികൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് സ്വർണ്ണവില 1,10,680 രൂപയാണ്. ആ സമയത്താണ് ഇത്തരം പുതിയ നിക്ഷേപ സാധ്യതകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പഴയ കാലത്തെ പണം വെറുതെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ അത് പണപ്പെരുപ്പത്തിനൊപ്പം വളരില്ല. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നത് തന്നെയാണ്. അത് മറികടക്കണമെങ്കിൽ മാർക്കറ്റിന്റെ വളർച്ച കൂടി നമുക്ക് കിട്ടണം. ഈ ആഴ്ചത്തെ ഈ NFOകളും SIFും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരു അവസരമാണ്. പക്ഷേ ചാടി വീണ് പണമിടരുത്. ആദ്യം നിങ്ങളുടെ റിസ്ക് എത്രയാണെന്ന് നോക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. SIF പോലുള്ള ഫണ്ടുകൾ 10 ലക്ഷം രൂപയൊക്കെ മിനിമം ചോദിക്കുമ്പോൾ അതൊരു വലിയ തുകയുമാണ്. അത് നഷ്ടപ്പെട്ടാൽ താങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അവസാനമായി ഒരു കാര്യം, പുതിയ ഫണ്ടുകൾ വരുമ്പോൾ നമ്മൾ വെറും 10 രൂപയ്ക്ക് കിട്ടുന്നു എന്നതിൽ മാത്രം ആകൃഷ്ടരാകരുത്. ആ ഫണ്ട് എവിടെയാണ് പണം ഇടുന്നത്, ആർക്കാണ് അതിന്റെ ചുമതല, ഇതെല്ലാം നോക്കി മാത്രം മുന്നോട്ട് പോവുക. ഈ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിലൊന്ന് ചേർത്ത് വെച്ച് പഠിക്കൂ. എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക.